പ്രതിപക്ഷ നേതാവ് എതിർത്തല്ലോ. വയനാടിനെ പ്രത്യേകിച്ച് വയനാടിന് ആക്സസ് കിട്ടുന്ന എല്ലാ ബദൽ മാർഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് നിലപാട് തിരുത്തിയോ? മാനന്തവാടി മെഡിക്കൽ കോളേജിനെ കുറിച്ച് നിഷാന്ത് പറയുമ്പോൾ ടി സിദ്ദീഖ് MLA KPCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ, വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഡിമാൻഡ് കൽപ്പറ്റയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെന്നാണ്. നിങ്ങളുടെ നിലപാട് എന്താ? 2, വയനാടിന്റെ വികസനത്തിൽ ഏറ്റവും സുപ്രധാനമാണ് ഇപ്പം ആരംഭിക്കുന്ന തുരങ്കപാത. ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പ്രഖ്യാപിച്ച ആൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. എന്താണ് വയനാട്ടുകാരൻ എന്ന നിലക്ക് നിഷാന്ത് നിലപാട്? പെട്ടു നിഷാന്ത് ഒരിക്കലും പെടില്ല. നിലപാടുണ്ട്. വയനാടിന്റെ കാര്യത്തിൽ വയനാടിന് ബദൽ പാതകൾ വേണം. വയനാടിന് ഇന്ന് നിലനിൽക്കുന്ന രാത്രി യാത്രാ നിരോധനം പിന്നെ രാഷ്ട്രീയ അന്ധത മാറ്റി നിർത്തി ഈ നാടിന്റെ ബദൽ മാർഗങ്ങൾ എന്തൊക്കെ വരുന്നോ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. നമ്മുടെ മുമ്പിൽ വളരെ പ്രാക്ടിക്കലായി നിർമ്മാണം നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് എതിർത്തല്ലോ. വയനാടിനെ പ്രത്യേകിച്ച് വയനാടിന് ആക്സസ് കിട്ടുന്ന എല്ലാ ബദൽ മാർഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് നിലപാട് തിരുത്തിയോ? പ്രതിപക്ഷ വയനാടിന്റെ ജനവികാരാണ്. ബദൽ മാർഗങ്ങൾ ഏതിനെയും കോൺഗ്രസ് സ്വാഗതം ചെയ്യും. മറ്റൊരു കാര്യം അദ്ദേഹം ചോദിച്ചത് വയനാട് നിഷാന്ത് പറഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം. തീർച്ചയായും ഞാൻ പറഞ്ഞു വയനാടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ പറയുന്നു വയനാടിന് ആക്സസ് ഉള്ള എല്ലാ ബദൽ മാർഗങ്ങളെയും സ്വാഗതം ചെയ്യും. മറ്റൊരു കാര്യം സഹദേവേട്ടൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അജയേട്ടൻ ചോദിച്ച മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സിദ്ദീഖ് MLA കുറിച്ചാണ് ചോദിച്ചത്. സഹദേവേട്ടൻ സൂചിപ്പിച്ച വലതുപക്ഷ എന്ന് പറയുന്ന ആള് സിദ്ദീഖ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം കൽപ്പറ്റയ്ക്ക് മെഡിക്കൽ കോളേജ് അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ കോളേജ് കൽപ്പറ്റയ്ക്ക് വേണമെന്ന് സിദ്ദീഖ് MLA ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്.